ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 17 മാനവസേവ മാധവസേവ. വിശന്നു വലയുന്നതിന് ആധ്യാത്മിക നിരർത്ഥകമായി തോന്നും. പൊരിയുന്ന വയറിന് മുന്നിൽ ഈശ്വരനെ ആഹാരരൂപത്തിൽ കൊണ്ടുവരണം. നിരാശൻ്റെ അസ്വസ്ഥൻ്റെ മുന്നിൽ ശാന്തിയും രോഗിയുടെ സമീപം മരുന്നായും തവിക്കുന്നവന് അതിനുള്ള പ്രതിവിധിയുടെ രൂപത്തിലും അങ്ങനെ വേണം ഈശ്വരനെ അവതരിപ്പിക്കാൻ. എങ്കിൽ മാത്രമേ ഒരുവനുള്ളിൽ ആധ്യാത്മികതയ്ക്ക് പ്രവേശിക്കാനാവൂ. ഇങ്ങനെയല്ലാതെ ചെയ്യുന്നത് എന്തും വിശ്വാസികളെ ഉണ്ടാക്കുന്നതിന് പകരം അവിശ്വാസികളെയും നാസ്തികരെയുമാണ് സൃഷ്ടിക്കുക. നിങ്ങൾ എൻ്റെ 60-ാം പിറന്നാൾ ആഘോഷിക്കും മുന്നേ കുറഞ്ഞത് 6000 ഗ്രാമങ്ങളിലെങ്കിലും ദത്തെടുക്കൂ. അവയെ മാതൃകാ ഗ്രാമങ്ങളാക്കി മാറ്റൂ. ജപം, തപം, യജ്ഞം, യാഗം എന്നിവയിലൂടെ നേടുന്ന ആധ്യാത്മിക ഉന്നതി ദിവ്യപ്രേമത്തിലൂടെ മാത്രം ലഭിക്കും. ഉറപ്പ്. ആ ദിവ്യപ്രേമം ലഭിക്കാനുള്ള മാർഗങ്ങൾ നിസ്തുലമായത് സേവനം തന്നെ. എൻ്റെ പ്രേമതത്വത്തിൻ്റെ അന്തസാരം നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. എന്തൊക്കെയാണോ സായി ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, കാണുന്നത്, അതെല്ലാം പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടി മാത്രം, സായിക്ക് വേണ്ടിയല്ല. എനിക്ക് എൻ്റേതായ ഒരു സന്തോഷമില്ല. നിങ്ങളുടെ ആനന്ദമാണ് എൻ്റെ ആനന്ദം. ഒരു തരത്തിലുമുള്ള ആഗ്രഹം എനിക്കില്ല. സായി അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എനിക്ക് വേണ്ടിയല്ല, ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് ഒരു പൈസ പോലും ഞാൻ ചിലവാക്കുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും അത് സമൂഹത്തിന് വേണ്ടി. എനിക്കായി ഒരു ഷർട്ടെങ്കിലും തുന്നാൻ ഒരു പൈസ പോലും കഴിഞ്ഞ 56 വർഷങ്ങളായി ഞാൻ ചിലവഴിച്ചിട്ടില്ല. ഭക്തന്മാർ പ്രേമപൂർവ്വം സംരക്ഷിക്കുന്ന വസ്ത്രം മാത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം നൽകിയതൊരു വിദ്യാർത്ഥിയാണ്, രാധാകൃഷ്ണൻ. എനിക്ക് ഇന്നത് വേണം എന്ന ചിന്ത ഒരിക്കലും എന്നിലുണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടാകുന്നില്ല. അത്തരം ചിന്ത ഭാവിയിലും എൻ്റെ മനസ്സിലും ഒരിക്കലും ഉദിക്കില്ല. എനിക്ക് എന്തെങ്കിലും ഇച്ഛയുണ്ടെങ്കിൽ അത് ലോക നന്മയ്ക്കായിട്ടുള്ളതാണ്. ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കൂ. സേവനപരമായ പരിപാടികളിലും പ്രവർത്തനങ്ങളിൽ ഉത്സാഹം വളർത്തിയെടുക്കൂ. സമൂഹ സേവയിൽ സജീവമായി പങ്കെടുക്കൂ. സ്വാമിയുടെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും നഗരത്തിലേക്കാൾ കൂടുതൽ നടപ്പിലാക്കേണ്ടത് ഗ്രാമങ്ങളിലാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങളുടെ ചെലവുകൾ കുറയ്ക്കൂ. ഗ്രാമീണർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് കഴിയുന്നത്ര ചിലവഴിക്കൂ. ഓരോ ഗ്രാമങ്ങളിലും ആവശ്യമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഭാരതീയ തത്വം, ഭാരത സംസ്കൃതിയും ഫലവത്തായി എല്ലാവരിലും എത്തിച്ചേരും. ദിവ്യാത്മസ്വരൂപരെ നിങ്ങൾക്കൊരു പക്ഷേ കാണാൻ കഴിയുന്നതില്ലായിരിക്കും. എന്നാൽ എല്ലാ രംഗങ്ങളും എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നീങ്ങുന്നത് ഞാൻ കാണുന്നു. സ്വാമിയുടെ തത്വം ഇന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അതേ വ്യക്തി തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും നിറമിഴികളോടെ അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകം മുഴുവൻ അത് വ്യാപിക്കും. സ്വാമി തന്നെ ആ കുതിച്ചാട്ടം പുറകോട്ട് ബലമായി പിടിക്കുകയാണ്. പക്ഷേ ഒരിക്കൽ ആ പിടി അയഞ്ഞാൽ ലോകം മുഴുവൻ തടുക്കാനാവാത്ത ശക്തിയോടെ സായി മഹിമ തുളച്ചു കയറി ലോകം മുഴുവൻ പ്രശാന്തനിലയിൽ മാറും. സ്വാമിയുടെ ആ തത്വം അറിയൂ. സ്വാമിയുടെ ആദർശങ്ങൾ നടപ്പിലാക്കാനേ മുന്നോട്ട് വരൂ. പിന്നീട് ഇത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല. പിന്നീട് സ്വാമിയുടെ സമയം എത്തുക അസാധ്യമാകുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ തിക്കി വരും. ആ ദിവസങ്ങൾ വളരെ വേഗം ആഗതമാകുകയാണ്. അതിനാൽ ഇന്നു മുതൽ സ്വാമിയുടെ പ്രേമവും കരുണയും നേടാനായി പരിശ്രമിക്കുക. അനുയോജ്യമായ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ജീവിതം ധന്യമാക്കുക. എന്നിലേക്ക് ഒരടി വെച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് 100 അടി നീങ്ങും. റഷ്യ ബോസ്നിയയെ ആക്രമിച്ചപ്പോൾ ധാരാളം ബോസ്നിയക്കാർ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അഭയാർത്ഥികൾ പ്രത്യേകം നിർമ്മിച്ച ക്യാമ്പുകളിൽ അഭയം തേടി. ശാന്തിയും സമാധാനം വീണ്ടും പുലരാൻ അവർ കാത്തിരുന്നു. ഒരു ബോസ്നിയക്കാരി ബാബ ഭക്ത അവർ വിചാരിച്ചു, നിർഭാഗ്യവന്മാരെ അഭയാർത്ഥികളെ സേവിക്കേണ്ടത് എൻ്റെ കടമയാണ്. അവർ റൊട്ടിയും ബിസ്ക്കറ്റും ശേഖരിച്ച് തൻ്റെ വാനിൽ കയറ്റി ദീർഘദൂരം പിന്നിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ വിതരണം ചെയ്തു. അവർ ആഹാരത്തിനൊപ്പം ഒരു പാക്കറ്റ് വിഭൂതിയും സ്വാമിയുടെ ഒരു ചിത്രം ഓരോരുത്തർക്കും നൽകിയിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക അഭയാർത്ഥികൾ സ്വാമിയുടെ ഫോട്ടോയെ നോക്കി അവരുടെ ഭാഷയിൽ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ ബോസ്നിയക്കാരിക്ക് കഴിഞ്ഞില്ല. സ്വാമിയുടെ ചിത്രം നോക്കി അഭയാർത്ഥികൾ പറഞ്ഞത് എന്തെന്നറിയാൻ അവർക്ക് ജിജ്ഞാസയും വളർന്നു. ബോസ്നിയക്കാരി തൻ്റെ ഡ്രൈവറുടെ സഹായം തേടി അയാൾ അവരുടെ അടുത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചെത്തി. അയാൾ പറഞ്ഞു, ഈ ആൾ ഞങ്ങൾക്ക് റൊട്ടിയും ബിസ്ക്കറ്റും എല്ലാ ദിവസവും കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷേ ഇന്ന് ആ സ്ത്രീയുടെ കൈവശം കൊടുത്തുവിട്ട് വിതരണം ചെയ്യാൻ പറഞ്ഞതായിരിക്കും. 1996 വൃന്ദാവനിൽ നമ്മൾ സമ്മർ ട്രെയിനിങ് ക്ലാസ്സുകളിൽ നടക്കുന്ന സമയം ഈ ബോസ്നിയക്കാരിയെ സംസാരിക്കാൻ സ്വാമി അനുഭവിച്ചു. അവൾ ഈ സംഭവം വിവരിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, നാം ഒരു നല്ല കാര്യത്തിന് ഒരു അടി വെച്ച സ്വാമി അവിടെ നമുക്ക് മുന്നിലുണ്ടായിരിക്കും. ഹനുമാൻ വിഭീഷൺ. രാമായണത്തിലെ വാനരന്മാർ കുരങ്ങന്മാരായിട്ടാണ് ജനിച്ചിരുന്നത്. എന്നാലും വിനീത സേവകന്മാരെ പോലെ അവർ ഈശ്വരനെ സേവിച്ചു. മാത്രമല്ല തങ്ങളുടെ കൂടെ തങ്ങളുടെ മധ്യത്തിൽ ഈശ്വരനെ കാണാനുള്ള മഹാഭാഗ്യത്തിൽ അനുഗ്രഹീതരായ അവർ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്തു. മാനവർ ഒരു തരത്തിലും മാനവന്മാരെക്കാൾ താഴെയല്ല. പിന്നെ എന്തുകൊണ്ട് അവർക്ക് തങ്ങളുടെ ജീവിതം ഈശ്വരാരാധനയ്ക്ക് ധ്യാനത്തിനുമായി സമർപ്പിച്ചുകൂടാ? ഈശ്വരനെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമല്ല, ഒരുവൻ്റെ ഹൃദയത്തിൽ ആത്മാവിന് ഈശ്വരീയ പ്രവർത്തനങ്ങളിൽ മുഴുകണം. ഹനുമാൻ വിഭീഷണൻ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരേ ദിവസം കടുത്ത നിരാശയുടെ വിഭീഷണൻ ഹനുമാനെ സമീപിച്ച് പറഞ്ഞു, ഹനുമാൻ, അങ്ങ് എത്ര ഭാഗ്യവാൻ! എല്ലായ്പ്പോഴും അങ്ങ് രാമസ്മരണ ചെയ്യുന്നു, രാമകാരുണ്യം സമ്പൂർണ്ണം നേടുന്നു. ഞാനും വളരെയേറെ സമയം രാമസ്മരണ ചെയ്യാറുണ്ട്. പക്ഷേ ഭഗവാൻ രാമദർശനത്തിനുള്ള അവസരം നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. ഹനുമാൻ ഈ അവസ്ഥ വിശദീകരിച്ചു. തങ്ങൾ രാമസ്മരണ ചെയ്യുകയാണെങ്കിൽ സംശയമില്ല. പക്ഷേ എപ്പോഴെങ്കിലും രാമകാര്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ? അത് ചെയ്യാതെ അങ്ങേക്ക് എങ്ങനെ രാമകൃപ നേടാനാകും? സീതാദേവി ലങ്കയിൽ വന്നിട്ട് ഇപ്പോഴിതാ 10 മാസം പൂർത്തിയായിരിക്കുന്നു. താങ്കൾ എപ്പോഴെങ്കിലും ദേവിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവോ? ദേവിയുടെ ക്ലേശം ദൂരീകരിക്കാൻ പരിശ്രമിച്ചുവോ? കുറഞ്ഞത് ദേവി ഒരിക്കലെങ്കിലും ദർശിച്ചുവോ? ദേവിയുടെ നമ്പരം കുറയ്ക്കാൻ എന്തെങ്കിലും വഴികളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഇതിലേതെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് രാമസേവയായി ഗണിക്കപ്പെടുമായിരുന്നു. കൈവന്ന അവസരം ഉപയോഗിക്കുന്നതിൽ താങ്കൾ പരാജയപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതം രാമനായി ഒഴിഞ്ഞു വെച്ചു. നാവുകൊണ്ട് സദാ രാമരാമ ജപിക്കുന്നു, കൈകൾ കൊണ്ട് രാമസേവ ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ ശ്രീരാമ ഭക്തന്മാരുടെ സംഭാഷണം വിവരിക്കുമ്പോൾ ഭഗവാൻ സായി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനാൽ നമ്മുടെ ഭാവം സദാ ഇങ്ങനെയായിരിക്കണം. ഹൃദയത്തിൽ രാമൻ, കരങ്ങളിൽ രാമകർമ്മവും. ഈ രണ്ടും തങ്ങൾക്കുമായി സ്വയം സമർപ്പിച്ചാൽ ജീവിതം സാർത്ഥകമായി. സേവനം സ്വർഗത്തിലേക്ക് നയിക്കുന്നു. മനസാലയുള്ള നിസ്വാർത്ഥ സേവനങ്ങൾക്ക് ഭഗവാൻ ശ്രീ സത്സായി ബാബയുടെ അത്യധികം വില കൽപ്പിക്കുന്നു. ഏറ്റവും മഹത്തായ ആധ്യാത്മിക സാധന അതാണെന്ന് സ്വാമി പ്രഖ്യാപിക്കുന്നു. പലവിധ പ്രശ്നങ്ങളിലും മനഃശാന്തി നശിച്ച നിരാശരായ ആളുകൾ പ്രശാന്തി നിലയത്തിലേക്ക് കൂട്ടമായി ഒഴുകുന്നു. അവരിൽ ചിലർ ശാരീരികവും മാനസികമായ അസുഖമുള്ളവരാണ്. എൻ്റെ ജോലി എല്ലാവരെയും ചികിത്സിക്കുകയാണ്. പ്രധാനപ്പെട്ട ചികിത്സ ഡോക്ടർ നടത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നേഴ്സുമാരും കമ്പൗണ്ടർമാരും അറ്റൻഡർമാരും ചേർന്ന് പൂർത്തിയാക്കുക. അതേപോലെ ഞാൻ നിങ്ങൾക്ക് സേവനത്തിന് അവസരം ഏർപ്പെടുത്തുകയാണ്. ന കർമ്മണ ന പ്രയജായ ധനേന ത്യാഗേ നൈകേന അമൃതത്വ മാനശു. കർമ്മം, പ്രജ, ധനം ഇവ കൊണ്ടൊന്നും ജനനമരണ ചക്രത്തിൽ നിന്നും വിടുതൽ നൽകാമില്ല. ത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ അമൃതത്വം ലഭിക്കൂ. ഇതാണ് ഖേദം വെളിപ്പെടുത്തിയിട്ടുള്ള സത്യം. തീർത്തും സ്വാർത്ഥരഹിതമായിട്ടുള്ള ത്യാഗബുദ്ധി ഒരുവൻ്റെ സേവനത്തിൽ ഉണ്ടാവണം. അതാണ് പരമപദത്തിലേക്കുള്ള ഒരേയൊരു രാജപാത. പലതരം ആധ്യാത്മിക സാധനകളിൽ ഏറ്റവും ഉദാത്തമായ സാധനയും സേവനം തന്നെ. ധർമ്മോദ്ധാരണത്തിലൂടെ ഈശ്വരൻ തന്നെ മാനവരൂപം കൊണ്ടുവന്ന് മാനവവംശത്തെ സേവിക്കുന്നു. ഈ സാഹചര്യത്തിൽ മനുഷ്യനും കൂടി നിസ്വാർത്ഥ സേവനത്തിന് ആയി സ്വയം സമർപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ സംശയിക്കേണ്ട ഈശ്വരകൃപ ഉറപ്പ്. സേവനം പ്രശാന്തി നിലയത്തിലെ മതിലുകൾക്കുള്ളിൽ ഒതുക്കേണ്ട ആവശ്യമില്ല. സേവനത്തിന് അർഹരായവരെ സാധുക്കൾ എവിടെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത്? നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ പോകുന്ന തീർത്ഥാടന സ്ഥലത്തേക്ക് എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവർക്ക് സേവനം ചെയ്യുക. സാധാരണയായി ജലത്തിന് സ്വയമേ വിലയില്ല, പക്ഷേ പാലുമായി ചേർത്താൽ അതേ ജലം വിലയുള്ളതായി തീരുന്നു. അതുപോലെ നിങ്ങളുടെ സേവനത്തിൽ അല്പം സ്വാമിയുടെ ഏതെങ്കിലും പവിത്രത പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയാൽ നിങ്ങളുടെ പങ്ക് വളരെ മഹനീയവും പ്രാധാന്യമുള്ളതായി തീരും. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്ത കവിയായ സൂർദാസിനോട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് തിരക്കി. ഭഗവാൻ ഉടൻ തന്നെ വീണ്ടും ചോദിച്ചു, അത് പോകട്ടെ, നിനക്കെൻ്റെ ദാസനാവാൻ പറ്റുമോ? സൂർദാസ് വിനയപൂർവ്വം മറുപടി പറഞ്ഞു, കൃഷ്ണ, ഞാൻ അവിടുത്തെ ദാസനായാൽ അതെന്നിൽ അഹങ്കാരം ഉണർത്തും. മാത്രമല്ല അവിടത്തേക്ക് എനിക്ക് എന്താണ് ചെയ്യാനാകുക? അങ്ങയുടെ ഭക്തിയുള്ളവരും കഴിവുള്ളവരും മിടുക്കന്മാരും അവിടുത്തെ സേവിക്കാനായി ഭൗതിക സാഹചര്യങ്ങളുള്ളവരുമായ അനവധി ആളുകൾ ഇവിടെയുണ്ട്. അതേസമയം തുണയും സഹായവും വേണ്ട എത്രയോ ആശ്രിതരും അവിടത്തേക്കുണ്ട്. അത്തരം നിർഭാഗ്യന്മാരെ സേവിക്കാനുള്ള മഹാഭാഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണേ. എന്നെ സംതൃപ്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും നിങ്ങൾ എന്നെ കണ്ടാൽ മാത്രം മതിയാകും. എന്നെ സേവിക്കും വിധം ആരാധിക്കും വിധം സമസ്ത ജീവജാലങ്ങളെ സേവിക്കും. അത് മാത്രമാണ് ഏറ്റവും അത്യുത്തമമായ ആരാധന മാർഗം. അതുമാത്രമാണ് നിങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ പാത. ജീവിതം മുഴുവൻ ആധ്യാത്മികത നിലനിർത്തു. കൊടൈക്കനാലിൽ സ്വാമി കുട്ടികളോട് സംസാരിക്കുന്ന ബാബ രസകരമായ ഒരു ഗുണപാഠ കഥ പറഞ്ഞു. അത് വിസ്മയകരവും അഗാധവുമായിരുന്നു. ഒരിക്കൽ ലോകത്തിലെ പച്ചക്കറികളെല്ലാം ഒരു വാക്ക് തർക്കത്തിലേർപ്പെട്ടു. ആരാണ് വലിയവനെന്നാണ് തർക്കം. അവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. തർക്കത്തിലേർപ്പെട്ട് തീരുമാനമുണ്ടാക്കുവാനായി അവർ ബ്രഹ്മാവിഷ്ണു മഹേശ്വരനോട് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയെടുത്ത് ത്രിമൂർത്തികൾ ഭൂമിയിലെത്തി. അവർ ഓരോ പച്ചക്കറിയും പറഞ്ഞ് സഹതാപത്തോടെ ക്ഷമയോടെ കേട്ടു. കാര്യങ്ങൾ അർഹിക്കുന്ന വിധം മനസ്സിലാക്കി ത്രിമൂർത്തികൾ ഒരു തീരുമാനത്തിലെത്തി. ഒരാളെ കേമനായി തിരഞ്ഞെടുത്തു. ആരാണത്? വിനീതമായ ഉള്ളി. മറ്റു പച്ചക്കറികൾ സ്തബ്ധരായി. അവർക്ക് ഓരോരുത്തർക്കും ശ്ലാഘനീയമായ ഗുണങ്ങളുണ്ട്. എന്നിട്ടും ഈ ഈശ്വരന്മാർക്ക് ഉള്ളിയെ മഹാനായി തിരഞ്ഞെടുക്കാൻ സാധിച്ചതെങ്ങനെ? അവരുടെ ആവലാതി മനസ്സിലാക്കി ത്രിമൂർത്തി സംസാരിച്ചു. നിങ്ങൾക്കെല്ലാം ഗണനീയമായ മേന്മകളുണ്ടെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. പക്ഷെ ഉള്ളിക്ക് കൂടുതലായി ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. അതിതാണ്, ജീവിതം മുഴുവൻ തൻ്റെ ഗന്ധം മാറ്റമില്ലാതെ നിലനിർത്തുവാൻ ഉള്ളിക്കാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉള്ളിയെ തിരഞ്ഞെടുക്കാൻ കാരണം. ഉള്ളി പോലെയാവുക. നിങ്ങൾ സന്തുഷ്ടനോ ദുഃഖിതനോ ആകട്ടെ, സൗഖ്യത്തിലോ ക്ലേശത്തിലോ ഒരിക്കലും നിങ്ങൾ ഈശ്വരഭക്തി ഉപേക്ഷിക്കരുത്. ഈ വിശദീകരണം ശുഭതരായ പച്ചക്കറികളെ സംതൃപ്തരാക്കി. സൗമ്യമായ താടി തടവിക്കൊണ്ട് ബ്രഹ്മദേവൻ യോട് പറഞ്ഞു, ഞാനുള്ള കാലം വരെ നിനക്ക് എനിക്കുള്ള പോലെ താടി ഉണ്ടാവട്ടെ. ഉള്ളി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ താടി പോലെ നനുത്ത നാരുകൾ കാണാം. മഹാവിഷ്ണു ഉള്ളിയെ അനുഗ്രഹിച്ചു. നിന്നെ നടുകെ മുറിച്ചാൽ എൻ്റെ ചിഹ്നത്തിൽ ഒന്നായ ശംഖിൻ്റെ മുദ്ര നീ പ്രദർശിപ്പിക്കും. കുറുകെ മുറിച്ചാൽ നീ എൻ്റെ മറ്റൊരു ചിഹ്നം പ്രദർശിപ്പിക്കും, അതായത് ചക്രം. ഒരു ഉള്ളി മുറിച്ച് നോക്കൂ, നിങ്ങൾക്കിത് കാണാം. ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ചു. ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവന് കണ്ണീരൊഴിക്കേണ്ടി വരും. ഇക്കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു. മേൽപ്പറഞ്ഞ കാര്യം എല്ലാവർക്കും അനുഭവമാണല്ലോ. പാവം പച്ചക്കറികളിൽ കൊച്ചു കഥ അഗാധമായ സത്യം നൽകുന്നു. ഈശ്വരനോട് അജഞ്ചനവും സ്ഥിരവുമായ ഭക്തി ആരാണോ നേടിയിട്ടുള്ളത് അദ്ദേഹമാണ് പരമകൃഷ്ണൻ. അദ്ദേഹമാണ് ധാർമ്മികൻ. അദ്ദേഹം ഈശ്വരകൃപയാൽ അനുഗ്രഹിക്കപ്പെടും. ആർക്കും ആ ഭക്തനെ ഉപദ്രവിക്കാനാവില്ല. ശ്രീ സത്സായി പരബ്രഹ്മേണ നമുക്ക് ശാന്തി ശാന്തി ശാന്തി. അധ്യായം 17